ഇതാ ഏയ് വെളൂരി 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 അത്രേ ഉള്ളൂ. വെളൂരി കൊഴുവല്ലേ എന്താ ഐസ്? ഓ നല്ല തണുപ്പ്. കറി വെച്ചാലും ടേസ്റ്റാ, പൊരിച്ചാലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഹലോ, ഇന്ന് മീൻ വാങ്ങി കേട്ടോ. വേളൂരി മീനാണ്. അടിപൊളിയായിട്ട് കറി വെക്കാൻ നോക്ക്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറി. എന്താ കൊഴുവിൻ്റെ അത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ. പൂച്ചൊപ്പം കരയുന്നുണ്ടോ? മീൻ വാങ്ങിയത് അറിഞ്ഞിട്ടുള്ളൂ. വാങ്ങിച്ചത് അറിഞ്ഞ ആളെ പറഞ്ഞെത്തി. അപ്പോഴേക്കും ഇതുവരെ കാണാത്ത അതോ പൂച്ചേന് വന്നു. പൂച്ചക്കുട്ട, നിനക്കൊന്നും കിട്ടില്ല. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ പൂച്ചയെ തിന്നാൻ കിട്ടുകൊണ്ട് വന്നതാ. കുറച്ച് ചെറിയ വന്നിട്ടാ. ചെറുള്ളി കുറച്ച് വെളുത്തുള്ളി മീൻ വെക്കേ കാക്കയും പൂച്ചയും നമ്മ അടുപ്പിലാണ് കേട്ടോ കറി വെക്കണേ. ഗ്യാസ് ഇട്ടിട്ട് പണി തന്നു. ഗ്യാസ് കഴിഞ്ഞു. ഇപ്പോഴും ഞായറാഴ്ച കഴിയാം. അതെ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാണ്ട് അതിന് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 10 ചെറിയ ഉള്ളി, ഇതിലേക്ക് വലിയൊരു തക്കാളി, നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ടു. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായി 4 വറ്റൽമുളക്, കളറിന് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാൽ കാശ്മീരി ചില്ലി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് ആറിയിട്ട് അരച്ചിട്ട് വരാം. നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മീൻ കറി വെക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. ചൂടാവട്ടെ നന്നായിട്ട്. എണ്ണ ചൂടായി. 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടി വന്നു. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു. നേരത്തെ നമ്മൾ അരച്ചില്ലേ തക്കാളി, ഉള്ളി, മുളക്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഉണ്ട്. കുടംപുളി ഇടുക, വാളംപുളി ഒഴിക്കുക. ഞാൻ വാളംപുളി ഒഴിക്കും. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളക്കട്ടെ. നമ്മുടെ ചാറ് നന്നായി തിളച്ചുട്ടാ. അതാ അടിപൊളിയാണ്. നമ്മുടെ വേളൂരി മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്ത് വെക്കുന്നുണ്ടോ? മടുക്കാൻ
ഇതിലിട്ട് കൊടുക്കട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വേകട്ടെ. എന്താ എൻ്റെ മീൻകറി തിളക്കിനുണ്ടോ? കാറ്റാണ് കേട്ടോ, അങ്ങനെ കാറ്റാണ്. നമ്മുടെ മീൻകറി വെന്തു കിട്ടാ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വേളൂരി മുളകിട്ടതാണ്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. പയറുണ്ട് കേട്ടോ, പയറ് ഉപ്പേരി കഴിക്കാം. നല്ല വാങ്ങിച്ചതാ ഇല്ലേ? പയറ് കഴിക്കും. ഉപ്പേരി കഴിക്കാം, ഉപ്പേരി പാടി ഇന്നലെ കൊണ്ടുവരുമ്പോഴേക്കും പയറൊക്കെ വാടി ഇന്നലെ കൊണ്ടുവന്നുള്ളൂ. വൈകുന്നേരം എന്നും ബീൻസാണ് കിട്ടുന്നത്, ബീൻസ് കിട്ടിയില്ല കേട്ടോ. ഞാനിത് കഴിഞ്ഞു, മല കൂടിയിട്ടാണ്. ചോറ് വെന്താ നോക്കാം, ചോറ് വെന്തിട്ടില്ല, ഗ്യാസും കഴിഞ്ഞു. ചോറ് വേകുന്നുള്ളൂ. ഫുൾ അടുപ്പിലാകാൻ എല്ലാ പരിപാടി. നാളെ എന്ത് ചെയ്യുന്നു? ഇന്ന് മൺചട്ടിയിൽ ഉപ്പേരി വയ്ക്കും കേട്ടോ. പയറുപ്പേരി കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. കടുകിട്ട് കൊടുക്കും, പൊട്ടട്ടത്. എന്താ ചെയ്യണു? ഒരു കഷ്ണം വിറകും വെച്ചു. അത് മണ്ണാണ് വിറക്. എന്ത് വെച്ചു? വിറക് വെച്ചു. ഒരു കഷ്ണം കേക്ക് മുറിച്ചു വരണ പോലെയാണ്. ചെറിയൊരു കഷ്ണം വിറക്. എന്താ പൊട്ടാത്ത്? സവാളയും പച്ചമുളകും ഇട്ടാ. ഒരു പൂച്ച നോക്കൂ. മൺചട്ടിയിൽ ഉപ്പേരി വെക്കാം. കറിവേപ്പില, പയറിട്ട് കൊടുക്കാം. പയറൊക്കെ വാടി, അപ്പം മുഴുവൻ നിർത്തും. എന്തോ മുഴുവൻ മുറിച്ചൂന്ന്. നേരത്തെ നാളെ ചെറുത്തേക്ക് നല്ലോണം വാടും. നേരത്തെ എന്താ അറിയാ പറഞ്ഞേ? നിർത്തൂന്ന്. ഇന്നലെ വാങ്ങിയിട്ട് വന്നാണ്, പക്ഷെ ഇന്നേക്ക് വാടി. കാറ്റില്ലേ? അല്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആളിക്കത്തിന് വേഗട്ടത്. അവിടെ ഉപ്പേർ റെഡി ആയിട്ടാ, സൂപ്പറായി വന്നു. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ, ചട്ടിയിലായാലും. കുടിക്കാൻ വെള്ളം വെക്കട്ടെ, അത് തിളച്ചോളും. ഇപ്പം ഞങ്ങളുടെ കറി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറിനിട്ടേട്ടാ. നല്ല ടേസ്റ്റുള്ള മീൻ കിട്ടത്. അപ്പം ഇങ്ങനെ കറി വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. വാളംപുളി വേണമെന്നൊന്നുമില്ല, കുളംപുളി ആയാലും സൂപ്പർ ടേസ്റ്റാണ്. വാളംപുളി കുറച്ചുകൂടി ടേസ്റ്റ് ഇതിലേക്ക് തോന്നുന്നു. ഞാൻ ചോറിനട്ടെ. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ടാറ്റ. ഇങ്ങനെയുണ്ട് അടിപൊളി. മീൻ വറുത്തവിടെ അപ്പുറത്തും ടാറ്റ.